ഹലോ ഗുഡ് മോർണിംഗ് വെൽക്കം ടു കേരള സ്റ്റോക്ക് മാർക്കറ്റ് ഗൈഡ്. അപ്പോൾ ഇന്നത്തെ പ്രീ മാർക്കറ്റ് സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ നമുക്ക് ഇന്നത്തെ ഗ്ലോബൽ മാർക്കറ്റും ആൻഡ് നിഫ്റ്റി ബാങ്ക് നിഫ്റ്റി ലെവൽസ് എല്ലാം ഒന്ന് പരിശോധിക്കാം. അപ്പോൾ ടോട്ടലി ഇന്നത്തെ മാർക്കറ്റിൻ്റെ അവസ്ഥ വെച്ച ശേഷം എന്തെങ്കിലും സ്റ്റോക്സ് ഉണ്ടെങ്കിൽ അത് നമുക്കൊന്ന് ലെവൽസൊക്കെ ഒന്ന് നോക്കി വയ്ക്കാം. ഓക്കെ, സോ നമുക്ക് ഇന്നത്തെ ഡോ ജോൺസ് ഫ്യൂച്ചർ ആൻഡ് 19 ജനുവരിയിലെ നോക്കുമ്പോഴത്തേക്കും -287 പോയിൻറ്റ്സ് ഡൗൺ ആണ്. അപ്പോൾ S&P 500 നാസ്ഡാക്കിൻ്റെ ക്ലോസിംഗ് നോക്കുകയാണെങ്കിൽ തന്നെ അത്യാവശ്യം ന്യൂട്രൽ ടു ബെയറിഷ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാവുന്നതാണ്. ഇപ്പോൾ ഡോ ജോൺസ് ഫ്യൂച്ചർ നെഗറ്റീവ്ലി ട്രേഡ് ചെയ്യുകയാണ്. ആൻഡ് യൂറോപ്യൻ മാർക്കറ്റ്സ് നോക്കുകയാണെങ്കിൽ തന്നെ എല്ലാം നെഗറ്റീവിലാണ് ട്രേഡ് ചെയ്യുന്നത്. നിഫ്റ്റി 161 പോയിൻറ്റ്സ് ഡൗൺ ആണ്. സോ നമുക്കറിയാം ഒരു ബ്ലഡ് ബാത്തിൻ്റെ ഒരു പോസിബിലിറ്റി നിലവിൽ നിഫ്റ്റിയിലുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ ആ ഒരു കാര്യം മനസ്സിൽ വെച്ച് മാത്രം ട്രേഡ്സ് എടുക്കാൻ ശ്രമിക്കുക. നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഏഷ്യൻ മാർക്കറ്റ്സ് ടോട്ടലി നെഗറ്റീവിൽ ട്രേഡ് ചെയ്യുകയാണ്. തൈവൻ വെയ്റ്റഡ്, ഹാങ്സങ്, സ്ട്രേറ്റ് ടൈംസ്, നൈക്കി എല്ലാം ടോട്ടലി നെഗറ്റീവിൽ ട്രേഡ് ചെയ്യാണ്. സോ നമുക്കിന്നൊരു ബ്ലഡ് ബാത്തിൻ്റെ പോസിബിലിറ്റി ഉണ്ടോ എന്ന് ചോദിച്ചാൽ ബ്ലഡ് ബാത്തിൻ്റെ പോസിബിലിറ്റി ഉണ്ട്. ഞാൻ 1 ഡേ ചാർട്ട് നിഫ്റ്റിയിൽ ഒന്ന് കാണിക്കാം. നോക്കുകയാണെങ്കിൽ കാരണം മാർക്കറ്റ് ഒരു ഹോൾ ടൈം ഹൈക്ക് നിയർലി വന്നിട്ട് ഒരു സപ്പോർട്ട് റേഞ്ച് ഒരു ഡിമാൻഡ് സോണിൻ്റെ അടുത്ത് ട്രേഡ് ചെയ്യാണ്. ബട്ട് ഫ്രൈഡേത്തെ ക്ലോസിംഗ് നോക്കുകയാണെങ്കിൽ മാർക്കറ്റ് 25,800 എന്നുള്ളൊരു സോൺ ബ്രേക്ക് ചെയ്ത് പോകാൻ നോക്കി. ബട്ട് ക്ലോസിംഗ് നെഗറ്റീവിലായിരുന്നു. അപ്പോൾ നമുക്കിനി എന്താണ് മാർക്കറ്റ് പ്രതീക്ഷിക്കാവുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു 15 മിനിറ്റ് ചാർട്ട് നിങ്ങളടുത്ത് നോക്കുകയാണെങ്കിൽ മാർക്കറ്റ് ഒരു സോണിൻ്റെ ഉള്ളിലാണെന്ന് നിങ്ങൾക്കറിയാം. ഈ ഒരു ലോ 25,500 എന്ന് പറഞ്ഞ ലോ മാർക്കറ്റ് കീപ്പ് ചെയ്തില്ലെങ്കിൽ മാർക്കറ്റ് വീണ്ടും ഡൗൺ സൈഡിലേക്ക് വരാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ തന്നെ 25,699 ഒരു സോണിൻ്റെ റേഞ്ചിൽ ട്രേഡ് ചെയ്യുകയാണ്. നിങ്ങൾ കണ്ടില്ല, ഈ ഒരു ലോയിൽ മാർക്കറ്റിൽ മേ ബി ഒരു ഡിമാൻഡ് എടുത്താൽ ബെറ്റർ. ഓക്കെ, 25,500 എന്ന് പറഞ്ഞാൽ ഈ സോണിൽ ഒരു ഡിമാൻഡ് എടുത്തിട്ടുണ്ടെങ്കിൽ മാർക്കറ്റിൽ നമുക്ക് ചെറിയ ഒരു എന്താ പറയുക ഹോൾഡപ്പ് നമുക്ക് പ്രതീക്ഷിക്കാം. മറിച്ച് ഈ ഒരു ഏരിയ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ 25,300 ആൻഡ് 25,000 എന്നുള്ള സോണിലേക്ക് മാർക്കറ്റ് ടച്ച് ചെയ്യാനുള്ള എല്ലാ പോസിബിലിറ്റി ഉണ്ട്. കാര്യം അത് നല്ലൊരു ലിക്വിഡിറ്റി സോൺസിലേക്ക് വരാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ഓക്കെ, 25,300 മോസ്റ്റ് പ്രോബബിളി ഹിറ്റ് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പം എല്ലാവരും പൊസിഷൻസ് എടുക്കുന്നതിന് മുന്നേ ഒരു 1 or 2 hours ഒന്ന് വെയിറ്റ് ചെയ്യുക. മാർക്കറ്റ് ഈ ഏരിയാസ് ഹോൾഡ് ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക. ആൻഡ് ഒരു അപ്സൈഡ് വ്യൂവിലേക്ക് വരണമെങ്കിൽ നിങ്ങൾ ഇവിടെ നോക്കുകയാണെങ്കിൽ അറിയാം, ഈ ഒരു ഏരിയ 25,850 എന്ന് പറഞ്ഞാൽ ഈ സോൺ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റിൽ ഒരു ഷോർട്ട് ടേം എങ്കിലും ഒരു ബുള്ളിഷ് ട്രെൻഡിന് പോസിബിലിറ്റി ഉണ്ട്. നിങ്ങളിവിടെ നോക്കിയേ, ഈ ഒരു സോണിൻ്റെ താഴെ മാർക്കറ്റ് ഹോൾഡ് ചെയ്യുകയാണ്. കണ്ടില്ലേ, 25,000 എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഈ ഒരു ലോവർ ലോ ഉണ്ടാക്കി വരാനാണ് മാർക്കറ്റ് ശ്രമിക്കുന്നത്. ഈ ഒരു ഏരിയയ്ക്ക് മുകളിൽ ട്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓക്കെ ഒരു മാർക്കറ്റിൽ ഒരു ഷോർട്ട് ടേം ബുള്ളിഷ്നെസ് 26,100 അല്ലെങ്കിൽ 26,300 റേഞ്ചിലേക്ക് വീണ്ടും മാർക്കറ്റ് ലിക്വിഡിറ്റി ടെസ്റ്റ് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്. നിലവിലെ അവസ്ഥയിൽ നിങ്ങളൊക്കെ നോക്കുക, ഈ 25,860 താഴെ വന്ന റെഡ് ക്യാൻഡിൽ ഉണ്ടല്ലേ, അതിൻ്റെ താഴെ തന്നെയാണ് മാർക്കറ്റ് ട്രേഡ് ചെയ്യുന്നത്. മാർക്കറ്റ് ആ ഒരു സോണ് മറികടക്കാനായിട്ട് കഴിഞ്ഞ 2-3 ട്രേഡിംഗ് ഡേയ്സ് ആയിട്ട് കഴിഞ്ഞില്ല. 12-ാം തീയതിക്ക് അടുപ്പിച്ച് 13-ാം തീയതി ഉണ്ടായ ആ ലോയ്ക്ക് താഴെ തന്നെയാണ് മാർക്കറ്റ് നിൽക്കുന്നത്. സോ നമുക്ക് ഈ ഒരു ഏരിയ ബ്രേക്ക് ചെയ്യുമോ ഇല്ല എന്ന് വാച്ച് ചെയ്ത ശേഷം മാത്രം വലിയ പൊസിഷൻസിലേക്ക് പോകാം. അല്ലാത്ത പക്ഷം നമ്മൾ ഒന്ന് ശ്രദ്ധിക്കേണ്ട അവസ്ഥയിലാണ്. ആൻഡ് ബാങ്ക് നിഫ്റ്റി നമുക്ക് നോക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റിയിൽ കുറച്ച് ക്ലിയർ കട്ട് പ്രൈസ് ആക്ഷനാണ്. ബാങ്ക് നിഫ്റ്റി കുറച്ചുകൂടെ സ്ട്രെങ്ത് കാണിക്കുന്നു. 1 ഡേ ചാർട്ട് ഞാൻ കാണിക്കാം. ഓക്കെ, ബാങ്ക് നിഫ്റ്റിയുടെ ഒരു അവസ്ഥ നോക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റി കുറച്ചുകൂടെ സ്ട്രെങ്ത് കാണിക്കുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. ക്യാപിറ്റൽ മാർക്കറ്റ് സ്റ്റോക്സ് അടക്കമുള്ളത് അത്യാവശ്യം നല്ല രീതിയിലുള്ള സ്ട്രെങ്ത് കാണിക്കുകയാണ്. ഇപ്പോൾ ബാങ്ക് നിഫ്റ്റി ഇന്നിപ്പോൾ നിഫ്റ്റി ബ്രേക്ക് ഒരു ഡൗൺ സൈഡ് മൂവ്മെൻറ്റിലാണെങ്കിൽ മേ ബി ബാങ്ക് നിഫ്റ്റി അത് റിഫ്ലക്ട് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്. കാര്യം ഓൾ ടൈം ഹൈക്ക് സമീപമല്ലേ. അപ്പോൾ മേ ബി ബാങ്ക് നിഫ്റ്റിയിൽ ഓൾസോ ഇപ്പോൾ നിഫ്റ്റിയിൽ ഡൗൺ സൈഡ് വരികയാണെങ്കിൽ ഞാൻ ബാങ്ക് നിഫ്റ്റിയിൽ ഒരു ചെറിയ പുൾ ബാക്ക് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. ബട്ട് ബാങ്ക് നിഫ്റ്റി ഈ ഒരു സ്ട്രെങ്ത് ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഓക്കെ. നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു സോണിൽ അത്യാവശ്യം മാർക്കറ്റ് ഹോൾഡപ്പ് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്. 59,400 എന്ന് പറഞ്ഞാൽ ഈ സോണിലേക്ക് തിരിച്ച് വന്ന് റീടെസ്റ്റ് ചെയ്യാനുള്ള പോസിബിലിറ്റി നമുക്ക് കാണാം. നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു ഏരിയയിലേക്ക് വന്ന ശേഷവും മാർക്കറ്റ് തിരിച്ച് കയറി വീണ്ടും ഓൾ ടൈം ഹൈ ടെസ്റ്റ് ചെയ്യാനായിട്ട് പോകാനുള്ള പോസിബിലിറ്റി നമുക്ക് കാണാവുന്നതാണ്. അപ്പം ഇന്ന് എന്തെങ്കിലും സ്റ്റോക്സ് പരിശോധിക്കാനുണ്ടോയെന്ന് ചോദിച്ചാൽ ഒരുപാട് സ്റ്റോക്സിൻ്റെ റിസൾട്ടുകൾ വരുന്നുണ്ട്. അപ്പം കെയർഫുൾ ആയിരിക്കും. അപ്പം ഞാൻ നോക്കുമ്പോഴത്തേക്ക് റിസൾട്ട് പഞ്ചാബ് നാഷണൽ ബാങ്ക്, ടാറ്റ ക്യാപിറ്റൽ, LTI മൈൻട്രി, BHEL, സിയാറ്റ്, ഹാഡ്സൺ, പിന്നെ ഹാഡ്സൺ ഇന്ത്യ, ഹിന്ദുസ്ഥാൻ സിങ്ക്, ഹാവൽസ്, ഇന്ത്യൻ റെയിൽവേ ഫിനാൻസ് കോർപ്പറേഷൻ, ഒബ്രിയോ റിയാലിറ്റി, അപ്പോളോ ടെക്നോ ഫ്യൂച്ചേഴ്സ്, അല്ലാണ്ട് ഇലക്ട്രിക്കൽസ്, ഇങ്ങനെ പല സ്റ്റോക്സിൻ്റെ റിസൾട്ട് ഉണ്ട്. സോ എല്ലാവരും ലെവൽസ് പരിശോധിച്ച് മാത്രം സ്വിംഗ് ട്രേഡിനൊക്കെ എൻട്രി എടുക്കുന്നുണ്ടെങ്കിൽ പരിശോധിച്ച ശേഷം മാത്രം എടുക്കുക റിസൾട്ടുകൾ. ആൻഡ് ക്വാർട്ടർലി ഏർണിംഗ്സ് നോക്കുകയാണെങ്കിൽ പ്രോഫിറ്റ് ഗ്രോത്ത് ഉണ്ടായിട്ടുണ്ട് റിലയൻസിന്, ആൻഡ് റവന്യൂ ഇൻക്രീസ് ഉണ്ടായിട്ടുണ്ട്. ജിയോ പ്ലാറ്റ്ഫോംസിൻ്റെ ഒരു വരുമാനം അവർക്ക് നോക്കുകയാണെങ്കിൽ പ്രോഫിറ്റിനും റവന്യൂവിനും ഇൻക്രീസ് ഉണ്ടായിട്ടുണ്ട്. അപ്പം അത് റിലയൻസിന് ഒരു ഫെയർ റിസൾട്ടാണെന്ന് നമുക്ക് പറയാം. എന്നാൽ ടോട്ടലി ഫെയർ റിസൾട്ടാണെന്നുള്ള ചിന്ത എനിക്കില്ല. ഓക്കെ, HDFC ബാങ്ക് നോക്കുകയാണെങ്കിൽ പ്രോഫിറ്റ് ഗ്രോത്ത് ഉണ്ടായിട്ടുണ്ട്, നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകം ഗ്രോത്ത് ഉണ്ടായിട്ടുണ്ട്. ബാങ്കിങ് സെക്ടറിലെ സ്റ്റോക്കുകൾക്കെല്ലാം ഒരു നല്ല സമയമാണെന്ന് തോന്നുന്നു. അത്യാവശ്യം ഭേദപ്പെട്ട റിസൾട്ട് പല സ്റ്റോക്സിലും ഉണ്ടായിട്ടുണ്ട്. ICICI ബാങ്ക് നിങ്ങൾ പരിശോധിച്ച് നോക്കി, പ്രോഫിറ്റ് ഡിക്ലൈൻ ചെയ്തിട്ടുണ്ട്, നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകം ഗ്രോ ചെയ്തിട്ടുണ്ട്. വിപ്രോയ്ക്ക് നോക്കുകയാണെങ്കിൽ പ്രോഫിറ്റിലുണ്ടായ ഒരു എന്താ പറയുക ഫോള്, ലൈക്ക്
$3,353 കോടിയിൽ നിന്ന് $3,119 കോടിയിലേക്ക് എത്തിയിട്ടുണ്ട്. IT സർവീസ് റവന്യൂ ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. IT സർവീസ് ഡോളർ റവന്യൂ ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ബട്ട് അവരുടെ ടോട്ടൽ ഓവറോൾ ഒരു കൺസോളിഡേറ്റഡ് പ്രോഫിറ്റ് കുറഞ്ഞിട്ടുണ്ട്. ടെക് മഹീന്ദ്രയ്ക്ക് നോക്കാം, പ്രോഫിറ്റ് റവന്യൂ എല്ലാം ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്, ഡോളർ റവന്യൂ കൂടിയിട്ടുണ്ട്. IDBI ബാങ്കിന്റെ പ്രോഫിറ്റ് കൂടിയിട്ടുണ്ട്, ബട്ട് നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകം ഫോൾ ചെയ്തിട്ടുണ്ട്. യെസ് ബാങ്കിന് ടോട്ടലി പോസിറ്റീവ് റിസൾട്ട് വന്നിട്ടുണ്ട്, അത് രസകരമാണ്. പ്രോഫിറ്റ് സർജ് ചെയ്തിട്ടുണ്ട്, നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകം സർജ് ചെയ്തിട്ടുണ്ട്, പ്രൊവിഷൻസ് ഡ്രോപ്പ് ആയിട്ടുണ്ട്. നമുക്ക് യെസ് ബാങ്കിന്റെ ചാർട്ട് ജസ്റ്റ് ഒന്ന് പരിശോധിക്കാം. ഞാൻ യെസ് ബാങ്ക് പോലത്തെ സ്റ്റോക്കുകൾ ട്രേഡ് ചെയ്യാറില്ല, അല്ലെങ്കിൽ നമുക്കൊന്ന് യെസ് ബാങ്കിന്റെ ചാർട്ട് പരിശോധിക്കുന്നതുകൊണ്ട് പറ്റില്ല. നോക്കി നോക്കാം. യെസ് ബാങ്ക് നോക്കുകയാണെങ്കിൽ കുറേ കാലത്തിന് ശേഷം യെസ് ബാങ്ക് നമ്മളൊന്ന് പരിശോധിച്ചപ്പോൾ എന്താ മനസ്സിലാവുന്നത്? 23.46 അല്ലെങ്കിൽ മന്ത്ലി ചാർട്ട് നിർത്തി വയ്ക്കാം. 23.46 മാർക്കറ്റ് എത്രയാണ്? യെസ് ബാങ്കിന്റെ ഒരു ചരിത്രം നോക്കുകയാണെങ്കിൽ തന്നെ എവിടെ കിടന്ന സ്റ്റോക്കാന്നുള്ള കാര്യമൊക്കെ നമുക്കറിയാം. 400 റേഞ്ചിൽ വരെ പോയി ശേഷം മാർക്കറ്റ് എത്രയും ഡൗൺ സൈഡ് വന്ന ശേഷം യെസ് ബാങ്ക് കുറച്ചധികം കാലമായിട്ട് ഹെൽത്തി ആയിട്ടുള്ള ഒരു മൂവ്മെന്റ് നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. അപ്പം ഡേ ചാർട്ടും മന്ത്ലി ചാർട്ടൊക്കെ നോക്കുമ്പോഴത്തേക്കും മാർക്കറ്റ് ഈ ഒരു സോണിന്റെ ഉള്ളിലാണ് അല്ലേ മാർക്കറ്റ് നോക്കുന്നത്. നിങ്ങൾ നോക്കിയ ഈ ഒരു സോണിന്റെ ഉള്ളിലാണ് മാർക്കറ്റ്. 24 റേഞ്ച്, 24 എന്ന് പറഞ്ഞാൽ ഒരു മാർക്കറ്റിൽ ഒരു സെല്ലിംഗ് പ്രഷർ നേടുന്ന സോണാണ്. അപ്പോൾ ഈ റേഞ്ച് ബ്രേക്ക് ചെയ്യാനുള്ള അറ്റംപ്റ്റ് യെസ് ബാങ്കിന്റെ കീഴിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ യെസ് ബാങ്ക് എന്തിനുള്ള അറ്റംപ്റ്റിനാണ് ശ്രമിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കണ്ടിന്യൂസ്ലി നിങ്ങൾ ഈ നോക്കുകയാണെങ്കിൽ 23 റേഞ്ച് വരെ വരുന്നു, ഡൗൺ സൈഡ് വരുന്നു, അങ്ങനെ പല വട്ടമായിട്ട് വന്നിട്ടുണ്ട്. ആൻഡ് മാർക്കറ്റ് 24 റേഞ്ച് ബ്രേക്ക് ചെയ്ത് അടുത്ത സോൺസിലേക്ക്, റെസിസ്റ്റൻസ് സോൺസിലേക്ക് 27-30 റേഞ്ചിലേക്ക് മൂവ് ചെയ്യാനുള്ള പോസിബിലിറ്റിയാണ് യെസ് ബാങ്ക് നോക്കുന്നത് അല്ലേ. അപ്പോൾ ജസ്റ്റ് നമ്മൾ ടെക്നിക്കൽ വ്യൂ മാത്രമാണ്, ഇതൊരു സജഷനായിട്ട് എടുക്കരുത്. മറിച്ച് നമ്മൾ ചാർട്ട് പരിശോധിക്കുമ്പോഴത്തേക്കും യെസ് ബാങ്ക് കണ്ടിന്യൂസ്ലി ടെക്നിക്കലി സ്ട്രെങ്ത് കാണിക്കുന്നതായിട്ട് നമുക്കിവിടെ കാണാൻ കഴിയും. ഓക്കെ, പിന്നെ RBL ബാങ്ക്, യുക്കോ ബാങ്ക്, ഇങ്ങനെ സ്റ്റോക്സ്, ബാങ്കിങ് സ്റ്റോക്സുകളെല്ലാം ഒരുപാട് അപ്സൈഡ് പോയിക്കൊണ്ടിരിക്കുകയാണ്. പ്രോഫിറ്റ് സ്പൈക്ക് ഉണ്ടായിട്ടുണ്ട്, നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകം ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. യുക്കോ ബാങ്ക് നോക്കുകയാണെങ്കിൽ അങ്ങനെ തന്നെ പ്രോഫിറ്റും നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകം ജമ്പ് ചെയ്തിട്ടുണ്ട്. പഞ്ചാബ് ആൻഡ് സിന്ധ് ബാങ്കിന്റെ പ്രോഫിറ്റ് നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകം അത്യാവശ്യം നല്ല രീതിയിൽ പോയിട്ടുണ്ട്. റൊസാരി ബയോടെക്കാണ് രസകരം, പ്രോഫിറ്റ് ഇൻക്രീസ് ആയിട്ടുണ്ട്, അതിന്റെ റവന്യൂ ജമ്പ് ഉണ്ടായിട്ടുണ്ട്. ഒരുപാട് സ്റ്റോക്കുകൾക്ക് അത്യാവശ്യം നല്ല റിസൾട്ടുകൾ വന്നിട്ടുണ്ട്. JB കെമിക്കൽസ്, ഇൻഡോ സോളാർ, L&T ഫിനാൻസ്, SML മഹീന്ദ്ര, ശോഭ, JSW ഇൻഫ്രാസ്ട്രക്ചർ, പൂനാവാല ഫിൻക്രോപ്പ്, ജിൻഡാൽസോയ്ക്കാണ് പ്രോഫിറ്റ് ലൈറ്റ്ലി ഒന്ന് സിങ്ക് ചെയ്തിട്ടുള്ള, റവന്യൂ ഡിക്ലൈൻ ആയിട്ടുണ്ട്. ഹിമാദ്രി സ്പെഷ്യാലിറ്റി കെമിക്കൽസിന്റെ പ്രോഫിറ്റ് സോർ ചെയ്തിട്ടുണ്ട്. അപ്പം ഒരു മിക്സഡ് റിസൾട്ടിനെ കാട്ടി എനിക്ക് തോന്നുന്നു കുറച്ചധികം സ്റ്റോക്സുകൾ വന്നതിൽ അത്യാവശ്യം നല്ല റിസൾട്ടുകൾ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ CG പവറിന്റെ ഒരു ന്യൂസ് ഉണ്ടായിട്ടുണ്ട്. കമ്പനിക്ക് 900 കോടി 900 crores ഒരു സപ്ലൈ ഓഫ് പവർ ട്രാൻസ്ഫോമേഴ്സിന്റെ ഇത് വന്നിട്ടുണ്ട്. ഒരു USA എന്നാണ് ഓർഡർ വന്നിട്ടുള്ളത്. ലാർജ് സ്കെയിൽ ഡേറ്റാ സെന്റർ പ്രൊജക്റ്റുകളുടെ നല്ലൊരു ഓർഡറാണ് CG പവറിന് കിട്ടിയിട്ടുള്ളത്. പിന്നെ റെയിൽ വികാസ് നിഗം RVNLന്റെ 87.55 കോടിയുടെ ഒരു ലോവസ്റ്റ് ബിഡറായിട്ട് സെലക്ട് ചെയ്തിട്ടുണ്ട് സൗത്ത് ഈസ്റ്റ് റെയിൽവേയുടെ ഭാഗമായിട്ട്. അപ്പോൾ ഒരുപാട് നല്ല ന്യൂസസ് ഇങ്ങനെ കറങ്ങി നടപ്പുണ്ട് മാർക്കറ്റിൽ. സോ ഓൾറെഡി മാർക്കറ്റ് ഡൗൺ സൈഡ് ആയിരിക്കുമ്പോഴത്തേക്ക് ഇത്തിരി പോസിറ്റീവ് ന്യൂസസ് അല്ലെങ്കിൽ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ വരുന്നത് അത്യാവശ്യം നല്ലതാണ്. അപ്പം മാർക്കറ്റ് ഇനിയുള്ള ദിവസങ്ങളിലെങ്കിലും ഒന്ന് ഹോൾഡ് അപ്പ് ചെയ്യുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പം നിഫ്റ്റിയുടെ ഒരു അവസ്ഥ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പോൾ മിനിമം മാർക്കറ്റെങ്കിലും അത്യാവശ്യം നല്ല രീതിയിൽ പോട്ടെ, കുറച്ച് സ്റ്റോക്സ് എങ്കിലും പെർഫോം ചെയ്യട്ടെ എന്ന് മാത്രം നമുക്ക് പറയാം അല്ലേ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ പ്രീ മാർക്കറ്റ് സെഷൻ അവസാനിപ്പിക്കാൻ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യും. ഓക്കെ, സോ താങ്ക് യു.